വനിതാ ഹോക്കി ലോകകപ്പിൽ യോഗ്യത നേടി ഇന്ത്യ. വെയിൽസിനെ 4-1 തോൽപ്പിച്ചാണ് ഇന്ത്യ ബർത്ത് ഉറപ്പാക്കിയത്. യോഗ്യതാ റൗണ്ട് ടൂർണമെന്റിൽ ഇന്ത്യ റണ്ണേഴ്സ് അപ്പായി. FIH വനിതാ ഹോക്കി യോഗ്യതാ റൗണ്ട് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനോട് തോറ്റ് റണ്ണേഴ്സ് അപ്പായി. എന്നാൽ ഗ്രൂപ്പ് റൗണ്ടിൽ ഒന്നാമതായി സെമിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇന്ത്യ ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിരുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമായി നടക്കുന്ന ലോകകപ്പിനുള്ള 2 യോഗ്യതാ റൗണ്ട് ടൂർണമെന്റുകളാണ് മാർച്ചിൽ നടന്നത്. ആദ്യത്തേത് ചിലിയിലെ സാന്റിയാഗോയിലുമായിരുന്നു. രണ്ടാമത്തേത് ഹോക്കി ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഹൈദരാബാദിലും. ഇതിൽ ഹൈദരാബാദിൽ നടന്ന ടൂർണമെന്റിലാണ് റണ്ണേഴ്സ് അപ്പായി ഇന്ത്യ യോഗ്യത നേടിയത്. ഇന്ത്യ, സ്കോട്ട്ലൻഡ്, ഉറുഗ്വേ, വെയിൽസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, സൗത്ത് കൊറിയ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളാണ് ഹൈദരാബാദിൽ നടന്ന ടൂർണമെന്റിൽ മത്സരിച്ചത്. ഇതിൽ ഇന്ത്യ, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് എന്നീ ടീമുകൾക്കാണ് ലോകകപ്പ് യോഗ്യത ലഭിച്ചത്. പൂൾ ബിയിൽ ഉറുഗ്വേയെ 4-0 തോൽപ്പിച്ചാണ് ഇന്ത്യ പോരാട്ടം തുടങ്ങിയത്. രണ്ടാം മത്സരത്തിൽ ഇന്ത്യ സ്കോട്ട്ലൻഡുമായി 2-2 സമനിലയിൽ പിരിഞ്ഞു. പൂൾ റൗണ്ടിലെ അവസാന മത്സരത്തിൽ വെയിൽസിനെ 4-1 തോൽപ്പിച്ചാണ് ഇന്ത്യ ബർത്ത് ഉറപ്പാക്കിയത്. ഈ വിജയത്തോടെ ഇന്ത്യ പൂൾ റൗണ്ടിലെ 1ാം സ്ഥാനക്കാരായി സെമി ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു. നവനീത് കൗർ നേടിയ ഹാട്രിക്കാണ് വെയിൽസിനെതിരെ ഇന്ത്യക്ക് വിജയം നൽകിയത്. 7ാം മിനിറ്റിൽ സാക്ഷിയിലൂടെയാണ് ഇന്ത്യ ഗോളടി തുടങ്ങിയത്. 29, 34, 55 മിനിറ്റുകളിലായാണ് നവനീത് ഹാട്രിക് തികച്ചത്. 39ാം മിനിറ്റിലാണ് വെയിൽസ് ആശ്വാസ ഗോൾ നേടിയത്. ഇറ്റലിക്കെതിരായ സെമിയിൽ മനീഷ നേടിയ ഏക ഗോളിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഫൈനലിൽ ഗ്രേസ് വോൾസ്ഡണും എലിസബത്ത് നീലും നേടിയ ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയെ കീഴടക്കുകയും ചെയ്തു. സെമിയിൽ സ്കോട്ട്ലാൻഡിനെ 2-0 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയത്. ഒറ്റ കളി പോലും തോൽക്കാതെയാണ് ഇംഗ്ലീഷുകാരികൾ കിരീടമണിഞ്ഞത്. 5 ഗോളുകൾ വീതം നേടിയ ഇംഗ്ലണ്ടിന്റെ ഗ്രേസ് വോൾസ്ഡണും ഉറുഗ്വേയുടെ തെരേസ വിയാനയും ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാരായി. ഇന്ത്യയുടെ നവനീത് കൗർ 4 ഗോളുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. നവനീത് കൗർ ടൂർണമെന്റിലെ മികച്ച കളിക്കാരിയായും തിരഞ്ഞെടുക്കപ്പെട്ടു.